ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറിയോടനുബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും ലിയോസിൽ നിന്ന്, അല്ലേ? അപ്പം ഈ ഒരു ആനിവേഴ്സറിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്താണ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മളിപ്പോ 7ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ജ്വല്ലറി നമ്മുടെ കൂടെ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ എപ്പോഴും ഞാൻ എൻ്റെ കുറെ സ്റ്റെപ്പ് വളർച്ച അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ജ്വല്ലറി നേരത്തെ നമ്മുടെ അന്നുള്ള കസ്റ്റമേഴ്സ് ഇന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ 7 വർഷം മുന്നേ നമ്മുടെ ജ്വല്ലറി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയയിലുള്ള ഒരു ജ്വല്ലറി ആയിരുന്നു. പിന്നെ അങ്ങനെ ഓരോ വർഷവും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ ഓരോ വർഷവും നമ്മൾ അത് ആ എക്സ്പാൻഷനും ആ കസ്റ്റമേഴ്സിന്റെ ആ ഒരു സപ്പോർട്ടും നമ്മൾ ഇതുപോലെ തന്നെ എപ്പോഴും ഓരോ വർഷങ്ങളിലെ ആനിവേഴ്സറിയിലെല്ലാം നമ്മൾ ഓരോ ക്യാമ്പയിനും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ആ സംഘടിപ്പിക്കുന്നതിനകത്ത് ആ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത്. ആ കസ്റ്റമേഴ്സിന്റെ വലിയ സപ്പോർട്ട് നമ്മളിൽ അത്രയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും വീണ്ടും അടുത്ത ക്യാമ്പയിനുകളും അടുത്ത ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ടുള്ള ഊർജം നമുക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്തവണയും അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.